ഹലോ, ഇന്നത്തെ കടുത്ത ചൂടിനെ വെല്ലാൻ നമുക്ക് കറികളും ഒക്കെ അതിനനുസരിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ഭക്ഷണ രീതിയും ഒക്കെ എങ്കിൽ നമുക്ക് ചൂടിനെ കുറേയൊക്കെ പ്രതിരോധിക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാനിന്ന് കാണിക്കുന്നത് കക്കിരിക്ക കൊണ്ട് ഒരു പെരക്കാണ്. ചൂടുകാലത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്ങേയറ്റം ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം കക്കിരി അതിൻ്റെ തോല് കളഞ്ഞ് ഇതേപോലെ അതിൻ്റെ നടുഭാഗം ചെത്തിക്കളയണം. അത് കളയേണ്ട, അത് നമുക്ക് കഴിക്കാം. ഈ കറിയിൽ വെള്ളം വേണ്ടാത്തത് കൊണ്ടാണ് ഞാനത് കളയാതെ വയ്ക്കുന്നത്. അതിനുശേഷം അത് ഇതേപോലെ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ആ വലിപ്പത്തിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. നല്ല ടേസ്റ്റിയാണ്, വയറിന് നല്ല സുഖം തരുന്ന കറിയുമാണ്. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാറ്റണം. അല്ലെങ്കിൽ ഒരുപാട് ലൂസായിപ്പോൾ ഒരു തരം ക്രീമി ടെക്സ്ചറിലാണ് ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വെള്ളം മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഇതും കളയരുത്. അത് ഫ്രിഡ്ജിലോ അല്ലാതെ വെച്ച് അതിൻ്റെ നടുഭാഗവും നീരും ഒക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെ ഇത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്നത് പച്ചമുളകും തേങ്ങയുമാണ്. അപ്പോൾ ഇത് ഇന്നൊന്ന് വെറുതെ പച്ചക്കറി സ്ഥലത്തൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. 3 കോവക്ക, ഈ ഒരു വെള്ളക്കാന്താരി, പിന്നെ ബുള്ളറ്റ് മുളക്, നീളമുള്ള മുളക്, പിന്നെ സാധാരണ കാന്താരി. ഇതൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഏതായാലും അത് തന്നെ നമുക്ക് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഏകദേശം അരമുറി തേങ്ങ. ഇതിന് ഏറ്റവും നന്നായി തേങ്ങ ആവശ്യമാണ്. ഒരു കക്കിരി കൊണ്ട് മാത്രം നമുക്ക് 5-6 പേർക്ക് കഴിക്കാനാവുന്നത്ര കറി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നല്ല പുളിച്ച തൈര്, അല്ലെങ്കിൽ ഇതിപ്പോൾ മിൽമയുടെ കട്ടിമോരാണ്, അത് പുളി വേണം. എന്തായാലും നമ്മുടെ പച്ചടിയൊക്കെ ആക്കുന്ന പോലെ പുളി വേണം. അത് നന്നായി അരച്ചെടുക്കണം. വേറെ ഒന്നും വേണ്ട. തേങ്ങയും തൈരും, വെള്ളം ചേർക്കാതെ തേങ്ങയും തൈരും മാത്രം നന്നായി അരച്ചെടുക്കുക. സാധാരണ നമ്മൾ മിക്സിയിൽ എത്ര നന്നായി അരക്കാൻ പറ്റുമോ അത്ര. അതിനുശേഷം അത് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച കക്കിരിയിൽ ചേർത്ത് ഇളക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. കാണുമ്പോൾ വിചാരിക്കും ഇതെന്താണെന്ന്, പക്ഷേ ഇത് അത്രയും ടേസ്റ്റിയാണ്. ഇതൊന്ന് അത് കടുക് വറവിടുമ്പോഴേക്കാണ് ഈ കറി ആകെ അതിൻ്റെ രുചിയുടെ പാരമ്യത്തിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നമ്മുടെ മിക്സി കഴുകിയ വെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റാവും. തൈര് പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാം. അതായത് പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി പുളിയുള്ള തൈരെടുത്ത് കൂടുതൽ ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി. അരക്കുമ്പോൾ ചേർത്താലാണ് അത് കൂടുതൽ. ഇതുപോലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ കറിക്ക്. ഒരുപാട് ഇഞ്ചി തൈരൊക്കെ പോലെ ഉള്ളൊരിതാണ്. ഒരുപാട് ലൂസായി വരരുത് ഈ കറി. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നീട് ഇന്ന് പറിച്ച മുളക് തന്നെയാണ് എടുത്തത്. ഈ 2 ഞാൻ എടുക്കുന്നില്ല. നേർമയായി മുറിച്ച് ഒരു മണിക്കൂർ 2 മണിക്കൂർ മുന്നോക്കി ഇത് തയ്യാറാക്കി വെച്ചാൽ ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ അതിൽ ഇറങ്ങി ശരിയായ എരിവായിക്കോളും. ഒരു 1.5 മുളക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കറി ഒരുവിധം ആയി. ഇനി ഒന്ന് വറവിടണം, അത്ര മാത്രമേ വേണ്ടൂ. ഈ ഉഷ്ണകാലത്ത് നിങ്ങളിങ്ങനെയൊന്നും ആക്കി നോക്കുന്നില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കൂ. ഏറ്റവും ടേസ്റ്റിയായ കറിയാണ് കക്കിരിയുടെ പെരക്ക്. പിന്നീട് കറി വറവിടുമ്പോഴും കറിവേപ്പില ചേർക്കണം. അല്ലാതെയും പച്ചക്കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി പിന്നീട് ഇത് കറി വറവിടുമ്പോൾ വെളിച്ചെണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുക. കടുക് കൊള്ളാൻ മാത്രം വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കൂടിയാൽ ഇത് തിളപ്പിക്കുന്ന കറിയല്ലല്ലോ, അതുകൊണ്ട് അതൊരു ടേസ്റ്റ് കൊടുക്കില്ല. അതുകൊണ്ട് കടുക് കൊള്ളാൻ മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടൂ. ഈ ഒരു കറി ഈ വേനലിനെ പ്രതിരോധിക്കാൻ നമുക്ക് വയറിനും സുഖകരമാണ്. ഒന്നുണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.